പക്ഷേ ധർമ്മസ്ഥല എല്ലാം പൊളിഞ്ഞടങ്ങി, ധർമ്മസ്ഥല അജണ്ട എല്ലാം പൊളിഞ്ഞടങ്ങി. ഇത് അന്ന് വന്ന സമയത്ത് തന്നെ പലരും ഇങ്ങനെ പറഞ്ഞിരുന്നു, അതായത് ഇങ്ങനെ ധർമ്മസ്ഥല ഇതിൽ ഒരു ഗൂഢാലോചന ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ എതിർത്തത്. അല്ല, അങ്ങനെയല്ല, അവിടെ പോയി കുഴിച്ച് നോക്കട്ടെ എന്ന് ഹിന്ദുക്കൾ തന്നെയാണ് കൂടുതലും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതായത് ഇതുപോലെ ഈ SDPIക്കാരും ഒക്കെ വലിയ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഈ IS പോയ കാണാതായ മറ്റേ പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവളുടെയൊക്കെ ബോഡി അവിടെ തിരക്കിയെ കാണും എന്നൊക്കെ പറഞ്ഞ് എല്ലാം അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ കണ്ടൊരു നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹിന്ദു ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം അതൊരു ഹിന്ദു, കാരണം നമ്മൾ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, ഹിന്ദുക്കൾ അതിനെ ഒരിക്കലും എതിർത്തില്ല, അത് പൊളിച്ചു നോക്കട്ടെ എന്നാണ് പറഞ്ഞത്, സത്യം എന്താണെന്ന് അറിയട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഹിന്ദുക്കളാണ് പറഞ്ഞത് അത് കുഴിച്ചു നോക്കട്ടെ, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ കന്യാസ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, ക്രിസ്ത്യാനികൾ ഒന്നടക്കം പറഞ്ഞത്, അത് കോടതി എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ പോലും അവർ കാത്തു നിൽക്കുന്നില്ല, അവരെ എന്താണ് ഇവർ നിരപരാധികളാണോ എന്നുള്ള. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ ഈ ഗൂഢാലോചനകൾ കൊണ്ടുവരുന്നത് എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു മോട്ടീവ്? കാരണം റിയൽ എസ്റ്റേറ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലൊരു സ്ട്രാറ്റജി എന്തായിരിക്കും? സ്ട്രാറ്റജി ഇപ്പോൾ ഏതാണ്ട് വെളിവായിരിക്കുന്നു. അത് കർണാടക ഗവൺമെൻറ്റിന്, കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് എങ്കിലും ഇപ്പോൾ സിദ്ധരാമയ്യയും DK കൃഷ്ണകുമാറും അല്ലേ, അപ്പോൾ അവർ നയിക്കുന്ന ഗവൺമെൻറ്റിനെ നമ്മൾ അഭിനന്ദിക്കണം. വളരെ ജനാധിപത്യപരമായ രീതിയിൽ നിയമാനുസൃതം ഒരു പരാതി കിട്ടുന്നു, ആ പരാതി അന്വേഷിക്കുന്നു, ആ പരാതി പ്രകാരം തെളിവെടുപ്പിന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു. ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു വലിയ, എനിക്ക് തോന്നുന്നു, ഒരു കുറ്റകൃത്യം എന്നതിലേറെ വലിയ തരത്തിലുള്ള ഈ ജനമനസ്സിൽ വലിയ തോതിലുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന, വെറുപ്പും വിദ്വേഷവും കലഹവും യുദ്ധവും അങ്ങനെ ഒരു അന്തരീക്ഷം ആ ധർമ്മസ്ഥലയുടെ പേരിൽ ഉണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ധർമ്മസ്ഥലയിൽ വിഖ്യാതമായൊരു ക്ഷേത്രമുണ്ട്. അത് ജൈന ക്ഷേത്രമാണെങ്കിൽ പോലും ജൈനന്മാരും ബുദ്ധന്മാരും ഒക്കെ ഒരു ഹിന്ദു ഫോൾഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഹിന്ദു ക്ഷേത്രം കൂടിയാണ്. ആ ഹിന്ദു ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തന്മാരായ സ്ത്രീകളെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി ഏതോ ഒരു നിഗൂഢ സംഘം ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു, എന്നിട്ട് അവിടെ കുഴിച്ചു മൂടുന്നു. അത് 450 എന്ന് മാത്രമല്ല, ചിലയിടത്തൊക്കെ 100 കണക്കിന് എന്ന് പറഞ്ഞു ചില മാധ്യമങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, യാതൊരു അടിസ്ഥാനവും വേണ്ട. ആരെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ടാൽ ഉടനെ അത് വാർത്തയാക്കുന്നു, അതിൽ നിന്ന് മറ്റൊരു മാധ്യമം വാർത്തയാക്കുന്നു. ഇത് വാർത്തയാക്കുമ്പോൾ ഇപ്പോൾ വിജയ് പറഞ്ഞു വരുമ്പോൾ 100 കണക്കിനാവും, ഞാനത് 1000 കണക്കിനാക്കി. അങ്ങനെയൊക്കെ പെരുപ്പിച്ച് കണക്ക് പറയണം. ഇതിൻ്റെ ഒരു സൗകര്യം BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, തീർച്ചയായിട്ടും നമ്മുടെ അൽ ജസീറ അത് വലിയ വാർത്തയാക്കുന്നു. BBC വളരെ വസ്തുനിഷ്ഠമായിട്ട് അന്വേഷണം നടക്കുന്നു, സംശയാസ്പദമാണെന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ അൽ ജസീറ ഉൾപ്പെടെയുള്ള ലോകമാധ്യമങ്ങൾ അതിലൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം എന്ന് വെച്ചാൽ, ഇന്ത്യ ഇപ്പോൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും NDA ഗവൺമെൻറ്റും ഭരിക്കുന്ന കാലത്ത് ഹിന്ദുത്വം വലിയൊരു ആശയമായി ഇങ്ങനെ ചർച്ചയ്ക്ക് വന്ന കാലത്ത് ഈ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രം ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കൊല്ലുന്ന, തലമുറകളായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊലക്കളമാണ് എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ അജണ്ട എത്ര വലുതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആദ്യകാലത്ത് അവിടെ നിന്ന് ഏതോ കാലത്ത് അപ്രത്യക്ഷനായ ഒരു ശുചീകരണ തൊഴിലാളി വരുന്നു. എന്നിട്ട് അയാൾ വെളിപ്പെടുത്തുന്നു, ഞാനിതാ ഇവിടെ ഇങ്ങനെ 100 കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്, ഇതാ ഒരു തലയോട്ടി ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലയോട്ടി കാണിക്കുന്നു. എന്നിട്ട് അദ്ദേഹം കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തെ കൊണ്ടുപോകും. അന്ന് മുതൽ അദ്ദേഹത്തിന് പേരില്ല. അദ്ദേഹത്തിന് പക്ഷേ ഊരും പേരുമില്ല. അദ്ദേഹത്തെ മുഖം മൂടിയിട്ട് കൊണ്ടുവരുന്നു. അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നതൊക്കെ കുഴിക്കുന്നു. 10-17 കേന്ദ്രങ്ങൾ കുഴിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. കിട്ടിയ എല്ല് പോലും ഏതൊരു പുരുഷന്റെ ഏതോ കാട്ടിൽ, സ്വാഭാവികമായിട്ടും സെമിത്തേരിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് അവിടെ ആവാം. പിന്നെ മൺമറഞ്ഞു പോയ ഒരു ശവം കിട്ടിയാൽ തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ ഒരു ശവമൊക്കെ. അപ്പോൾ അത് അല്ല, ഇയാൾ ഈ പറഞ്ഞ 100 കണക്കിന് ശവശരീരത്തിലും ഈ ഒരാഴ്ച കൊണ്ട് അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. ഒന്നുമില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ആഴത്തിൽ 30 അടിയൊക്കെ ആഴത്തിൽ കുഴിച്ചു നോക്കിയിട്ട് ഒന്നുമില്ല. ഇദ്ദേഹം സത്യത്തിൽ വലിയ നഷ്ടമല്ലേ ഉണ്ടാക്കിയത് ഭരണകൂടത്തിന്, രാജ്യത്തിന്, ഗവൺമെന്റിന് വലിയ നഷ്ടം, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് വലിയ നഷ്ടം, 50 ലക്ഷത്തോളം. വേറൊന്ന്, ഈ സമയം കൊണ്ട് ഉണ്ടായ മനുഷ്യന്റെ മനസ്സിലുണ്ടായ ആശങ്കകളും വെറുപ്പും എത്രയാണ്. ഞാനൊക്കെ എത്രയോ മുസ്ലിം ഗ്രൂപ്പുകളിൽ ഇങ്ങനെ വരികയാണ്. ധർമ്മസ്ഥല കണ്ടില്ലേ, കൊലക്കളം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്ന ഇടം. ഒരു ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഏത് ക്ഷേത്രമാകട്ടെ, അത് ശാന്തിയുടെ ഒരു കേന്ദ്രമാണല്ലോ, പ്രാർത്ഥനയുടെ ഒരു ആലയമല്ലേ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയും, ഭൂമിയിൽ എല്ലാവർക്കും ക്ഷേമം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നൊരു കേന്ദ്രമല്ലേ. അവിടെ ഇത്രയേറെ മനുഷ്യനെ കൊല്ലുന്നു, കോമൺ സെൻസ് ഇല്ലാതെ എങ്ങനെ നടക്കുമെന്ന് പോലും ആരും ചോദിച്ചില്ല.
അതങ്ങനെ വിശ്വസിച്ച് പ്രചരിപ്പിച്ചു. ഇല്ല, ഇതൊരു സ്പ്രിങ് പോലെയാണ്. ഇപ്പം മാഷ് പറഞ്ഞു ഈ ധർമ്മസ്ഥലയിൽ വരുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു മുസ്ലിം പള്ളിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിക്കെതിരെ ഇങ്ങനെ ആരോപണം വരുമ്പോൾ ഇതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ ഹിന്ദുക്കൾ പ്രചരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത് രണ്ടും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു കാര്യം അറിയോ വിജയ്, കഴിഞ്ഞ കുറെ കാലം മുമ്പ് വരെ നമ്മുടെ വടക്കേ ഇന്ത്യയിലെ പല നാടുകളും അറിയപ്പെട്ടിരുന്നത് വർഗീയ കലാപങ്ങളുടെ നാടുകളായിട്ടാണ്. ഈ വർഗീയ കലാപങ്ങളുടെ ഒക്കെ പിന്നിൽ ഒരു കൊച്ചു വാർത്ത ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് പല വാർത്ത. മീററ്റിലെ കലാപം, ആ കലാപത്തിന്റെ തൊട്ടും ഗുജറാത്തിലെ അഹമ്മദാബാദിലെ കലാപം, ഈ ഇവിടുത്തെ എന്താണ് പറയുക ആസാമിലെ നെല്ലിയിലെ കലാപം, ഇങ്ങനെയുള്ള കലാപങ്ങൾ, ഇപ്പോൾ അലിഗഡിലെ കലാപം, ഈ കലാപങ്ങളുടെയൊക്കെ പിന്നിൽ ഭീവണ്ടിയിലെ കലാപം. എങ്ങനെ കലാപം ഉണ്ടാകുന്നതെന്നറിയോ? കലാപം ഉണ്ടാകുന്ന ഒരു കൊച്ചു പത്രവാർത്ത 1-ാം പേജിൽ വരികയാണ്. ഏതെങ്കിലും ഒരു സായാഹ്ന പത്രത്തിൽ ഒരു വാർത്ത വരികയാണ്, അവിടെ അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു കഴുതയുടെ ശവം അല്ലെങ്കിൽ പശുവിൻ്റെ കുടൽമാല കൊണ്ടിട്ടിരിക്കുന്ന ഒരു വാർത്ത വരുന്നു. ആ വാർത്തയെ തുടർന്ന് ആ വാർത്ത അങ്ങോട്ട് പ്രചരിപ്പിക്കുന്നു. കാട്ടുതീ പോലെ കലാപം ഉണ്ടാകുന്നു, പരസ്പരം കൊല്ലുന്നു, ഹിന്ദു ആകുന്നു, മുസ്ലിം ആകുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് പോലീസ് ഇറങ്ങി കലാപം അടിച്ചമർത്തി കഴിയുമ്പോൾ അതേ പത്രത്തിൻ്റെ ഉള്ളിലെ പേജിലെ ഒരു കോളം വാർത്ത വരുന്നു, അന്ന് കിട്ടിയ വാർത്ത തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ നിർവ്യാജം ഖേദിക്കുന്നു. എങ്ങനെ ഉണ്ടാവും? ഇതാണ് സംഭവിക്കുന്നത്. വാർത്തകളുടെ നിജസ്ഥിതി അന്വേഷിക്കുന്നില്ല. ഇനി ഇദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഊരില്ല, പേരില്ല. അക്കാലത്ത് കേട്ട ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റൂമർ എന്താണെന്നറിയോ? പോലീസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. ഇദ്ദേഹം ഒരു ദളിതനായിരുന്നു എന്ന് ആരോ പ്രചരിപ്പിച്ചു. അപ്പോൾ ദളിതന്മാരുടെ വലിയ വീർവാദവുമായിട്ട് വന്നു. പിന്നെ ആരോ പറഞ്ഞു അദ്ദേഹം ദളിതനായിരുന്നുവെങ്കിലും പിന്നെ മതം മാറിയിരുന്നു. അപ്പോൾ തുടങ്ങി മതം മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദു ക്ഷേത്രത്തിനെതിരെ വലിയ പ്രചാരണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ഇസ്ലാമിലേക്കായിരിക്കും മാറിയിട്ടുണ്ടാവും. അങ്ങനെ കുറേ പറഞ്ഞു ഇല്ലേ? ഒരുപാട് പേര് ഇപ്പൊ വന്ന് ചേർന്നിരിക്കുന്നു. ഇപ്പൊ പേര് വന്നിരിക്കുന്നു ചിന്നയ്യ. അയാൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടക്കാലത്തൊന്ന് കേട്ടത് ഈ തൊട്ട് മുമ്പ് കുറേ കാലം ഇയാൾ ഇസ്ലാമായി മാറിയ ആളാണ്, ഇസ്ലാമിന് വേണ്ടി നടത്തുന്ന പ്രചാരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ കേട്ടത് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, പൗലോസോ മറ്റോ ആയി മാറി. ഇയാൾ 3 ഭാര്യമാരൊക്കെ ഉണ്ട്, ഇയാൾ എന്തോ ലോണൊക്കെ എടുത്തിട്ട് മുങ്ങി നടക്കുന്ന ഒരാളാണ്. ക്രിമിനലാണെന്നേ, ബേസിക്കലി ക്രിമിനലാണ്. കുറ്റവാസന ഇല്ലാത്ത ഒരാൾക്ക്, ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റവാളി അല്ലാത്ത ഒരാൾക്കും മനുഷ്യന്മാരെ തമ്മിൽ തല്ലിക്കുന്ന ഒരു ഏർപ്പാടോ ഒരു വാക്കോ ഉച്ചരിക്കാൻ കഴിയില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം ചിന്നയ്യ മതം മാറിയിട്ട് പോലും ഇല്ല എന്നാണ് പുതിയ വിവരം. അയാൾ പഴയ ദളിതൻ തന്നെയാണ്. അയാൾ ഈ പറഞ്ഞ പോലെ തോന്നിവാസമൊക്കെ കാണിച്ച്. അത് മാത്രമല്ല മാഷ, ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തി ഇത് ഒറ്റയ്ക്ക് നടത്തിയതായിരിക്കില്ല. ചിന്നയ്യയുടെ പിറകിൽ ആരവുണ്ട്, ഇവരാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ഇപ്പൊ ഈ സുജാത ഭട്ട് എന്ന് പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു മോളയില്ല. അല്ല, സുജാത ഭട്ട് കുറെ കൂടി സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ധർമ്മസ്ഥലയുടെ പരിസരത്തെ വലിയ ഏക്കർ കണക്കിന്, എത്രയോ 100 കണക്കിന് ഏക്കർ ഭൂമിയുടെ പഴയ ഉടമസ്ഥാവകാശത്തിൽ 2 കുടുംബ വഴക്കുണ്ട്. ആ കുടുംബ വഴക്കിൽ ഇപ്പോൾ ഹെഗ്ഡെ, എന്ത് ഹെഗ്ഡെയാണ്? വീരേന്ദ്ര ഹെഗ്ഡെ അതിന്റെ മുഴുവൻ ധർമ്മസ്ഥലയുടെ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭൂമിയുടെ ഉടമയായി. അദ്ദേഹം അത് എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ദാനം ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ വളരെ മാന്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ഭൂമിയിൽ, പക്ഷേ ആ ദാനം ചെയ്ത ഭൂമിയിൽ പരമ്പരാഗതമായ അവകാശം ഈ സുജാത ഭട്ടിൻ്റെ കുടുംബത്തിനുണ്ട്. അപ്പോൾ സുജാത ഭട്ടിന് ഒരു മോളുണ്ടായിരുന്നു, അവളെ ഇങ്ങനെ കൊന്നു എന്നൊക്കെ പറഞ്ഞാലുള്ള ഒരു ഗുണം സുജാത ഭട്ടിൻ്റെ ഷെയറും കിട്ടും, മോളുടെ ഷെയറും കിട്ടും. അപ്പോൾ വലിയൊരു ഷെയർ നിങ്ങൾക്ക് നേടിയെടുക്കാം. റിയൽ എസ്റ്റേറ്റ് മാഫിയാണ്. റിയൽ എസ്റ്റേറ്റ് മാഫിയയിൽ തന്നെ ഒരു പുരാതനമായ ഫ്യൂഡൽ കുടുംബ വഴക്കും അതിലുണ്ട്. അത് നേരെ ജനങ്ങളോട് പറയുന്നതിന് പകരം അതൊരു തർക്കം ആയിട്ട് ഉന്നയിച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട. കാരണം ഒരു മതപരമായിട്ടുള്ള വിഷയം ആളിക്കത്തിച്ച് രാജ്യത്തിന്റെ മൊത്തം പ്രക്ഷുബ്ധതയിലേക്ക് കൊണ്ടുപോയി. ചെറിയ കേസല്ല. ഇവർ നുണ പറഞ്ഞതിന് കേസെടുത്താൽ മതിയോ? ഇയാളുടെ പേരിൽ, ചിന്നയ്യയുടെ പേരിൽ, സുജാത ഭട്ടിന്റെ പേരിൽ അങ്ങനെ മതിയോ? പോരല്ലോ. ഇത് ഭീകരമായ കേസാണ്, രാജ്യം കത്തിക്കുന്ന കേസാണ്, ആയിരക്കണക്കിന് മനുഷ്യന്മാർ കേസാണ്. ഇതിലെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ കർണാടകയിലെ സർക്കാർ വളരെ വളരെ ഭരണഘടനാപരമായ മാർഗത്തിൽ, നിയമപരമായ മാർഗത്തിൽ അത് അന്വേഷിക്കേണ്ടതൊക്കെ അന്വേഷിച്ചിട്ട് ഒരു തെളിവുമില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഇയാളെ മുഖം മൂടി നീക്കി അറസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് പറഞ്ഞത് പിന്നെ ഓരോരുത്തരെയായിട്ട് അവർക്കെതിരെ കേസെടുത്തു, ചാർജ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങൾ നുണ പറഞ്ഞതാണ്, ഞങ്ങളുടെ താല്പര്യം വേറെയാണ്. ഇത്രയും അന്വേഷണം വളരെ ജാഗ്രതയോടുകൂടി നടത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ റൂമറിന്റെ ലോകത്ത് ജീവിക്കുമായിരുന്നു. ഇപ്പോഴും ഞാനും നീയും തമ്മിൽ മതപരമായ വൈരത്തിന് ഇത് കാരണമാകുമായിരുന്നു. ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ ഒരു 100 പെണ്ണുങ്ങളെ കൊന്ന സ്ഥലമല്ലേ, ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പറയും. ധർമ്മസ്ഥല എന്ന് കേട്ടാൽ അതാണ്. ധർമ്മസ്ഥല എന്ന ക്ഷേത്രം അവമാനിക്കപ്പെടുമായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള പവിത്രമായ വിശ്വാസം, ദേവതകൾ ഒക്കെ അവമാനിക്കപ്പെടുമായിരുന്നു. അത് ഇന്ത്യൻ സംസ്കാരത്തിന് തന്നെ വലിയ കളങ്കമായി തീരുമായിരുന്നു. വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് സത്യത്തിൽ ധർമ്മസ്ഥല നമ്മളെ രക്ഷിച്ചത്. ഇനി ധർമ്മസ്ഥല ഓർക്കപ്പെടുക എപ്പോഴും
നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയും ആരെങ്കിലും ഒരു നാൾ വെളിപ്പെട്ട് വന്നിട്ട് വിളിച്ചു പറയുന്ന കൊടിയ ക്രിമിനൽ കുറ്റങ്ങളൊന്നും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങരുത്. 100 വട്ടം സംശയിച്ചിട്ട് മാത്രമേ ഇത്തരം ക്രിമിനലുകളുടെ വാക്കുകൾ കേൾക്കാവൂ. ഈ പറയുന്നവരായിരിക്കാം ഏറ്റവും വലിയ കുറ്റവാളികൾ. വലിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, അവിശ്വസനീയമായ വാർത്തകൾ പുറത്തുവിടുന്നവരായിരിക്കണം യഥാർത്ഥ കുറ്റവാളികൾ എന്ന് കാണാനുള്ള ഒരു ജാഗ്രത ധർമ്മസ്ഥല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ധർമ്മസ്ഥലയുടെ ധാർമ്മികമായ പാഠം.